അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർ മോനുമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ ഉസ്താദ് അവർകൾ ഉസ്താദിൻ്റെ ഇടപെടൽ നമ്മുടെ പെങ്ങളുട്ടി നിമിഷപ്രിയ എന്ന നമ്മുടെ പെങ്ങളുട്ടിൻ്റെ വധശിക്ഷ നീട്ടിവെക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ടായി എന്നുള്ളപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചു. കാരണം എങ്ങനെയെങ്കിലും ആ പെങ്ങളുട്ടി രക്ഷപ്പെടട്ടെ എന്നാണ് നമുക്കൊക്കെ പ്രാർത്ഥനയുണ്ടായത്. ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അതിന് വേണ്ടുന്ന രീതിയിൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കിന് വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം ഉസ്താദ് ഇടപെട്ടാൽ നമ്മുടെ നിമിഷപ്രിയ നമ്മുടെ നാട്ടിലെത്തും, ഉറപ്പാണ്. ആകെയുള്ളൊരു സങ്കടം, ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ നമ്മളെ നാട് ഒന്നിച്ച് ഒരുമിച്ച് ഇറങ്ങേണ്ടതാണ്. ജാതി മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് ആരൊക്കെ അതിലേക്ക് മുന്നിക്ക് വന്ന് ആർക്കൊക്കെ പഠിച്ച ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കലാണ്. എ പി ഉസ്താദിന് കൊടുത്ത കഴിവ് ചിലപ്പോൾ നമുക്കെല്ലാവരും കിട്ടിയെന്ന് വരില്ല. പക്ഷേ അത് അദ്ദേഹത്തിന് കിട്ടിയ ആ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ പെങ്ങളുട്ടിനെ രക്ഷപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാ പിന്തുണയും കൊടുക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഗവർണറും എം എൽ എമാരും എം പിമാരും ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒരുപാട് ആളുകൾ ഇതിൽ നിലവിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു പരിധി ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം യമനിലുള്ള ഹൂത്തി എന്ന അവിടുത്തെ സംഘടനയായിട്ട് യാതൊരു ബന്ധപ്പെടാനുള്ള സാഹചര്യം ഗവൺമെൻറ് രീതിയിൽ സഹകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമുക്കൊക്കെ അറിയാം. എന്നാലും അവരെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്ത്, പക്ഷെ അവസാന ഘട്ടത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള സങ്കടത്തോടെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ ഉസ്താദ് എന്ന ആ വലിയ മനുഷ്യന്, ആ വലിയ മനസ്സിന് ഉടമസ്ഥനായി ഇടപെട്ടത്. അതിന് നമുക്ക് ആ സന്തോഷകരമായ ഒരു പാതി സന്തോഷം നമുക്ക് കിട്ടി. കാരണം വധശിക്ഷ നീട്ടിവെച്ചു എന്ന്. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നമ്മൾ അനാവശ്യ വിവാദങ്ങൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കുക. നമ്മുടെ കൂട്ടായ്മ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും അതിൽ ആരൊക്കെ ഒരു വാക്കുകൊണ്ടുണ്ടോ, ആരൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരൊക്കെ ഇതിൽ പങ്കാളിയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ ഉസ്താദ് അത്രയും വിഷയങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു തളർത്തുന്ന, അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാക്കുകൾ നമ്മളെ ഭാഗത്തുനിന്ന് ഓരോരുത്തരും ഉണ്ടാകുമ്പോൾ സങ്കടമല്ലേ. നമ്മളെല്ലാ പിന്തുണയും കൊടുക്കേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ. കാരണം നമുക്ക് ആവശ്യം നമ്മുടെ പെങ്ങളുട്ടി രക്ഷപ്പെടലാണ്. കാരണം തെറ്റ് പറ്റി ഒരാളെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളും സാഹചര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. എന്തായാലും മറ്റൊരാളെ കൊല്ലാനോ ആക്രമിക്കാനോ നമുക്ക് ആർക്കും പാടില്ല. അത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, നല്ല മനസ്സുള്ളതല്ല. അത് സാഹചര്യം എന്ത് പറ്റിയെന്നുള്ളത് പെങ്ങളുട്ടിക്കാൻ അറിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാനൊരു ചാനലിൽ നമ്മളെ സാജൻ സ്കറിയ എന്ന ഏട്ടന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പലതും പല കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മറുനാടൻ മലയാളിയാവും എന്ന ഇതിൽ ഞാൻ കുറച്ച് നേരത്തെ ഒരു വാർത്ത കണ്ടു. വിശദമായിട്ട് അതിൻ്റെ സത്യാവസ്ഥ സാജൻ സ്കറിയേട്ടന് ശരിക്ക് വിസ്തീരിച്ച് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും, കേന്ദ്ര സർക്കാരിന് എത്ര പേര് ഇടപെടാമെന്നും, കേരള സർക്കാരിന് എത്ര പേര് ഇടപെടാമെന്നും, അവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നും, ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ ഉസ്താദിൻ്റെ വലിയ ഒരു ഇടപെടലാണ് നമുക്കിതിൽ ഉപകാരപ്പെട്ടെന്നും, അയമരയിലെ സംഘാടകരൊക്കെ അതിന് വേണ്ടുന്ന രീതിയിൽ 5-6 വർഷമായി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലുണ്ട്. പല ചാനലിലും പല വാർത്തകളും പല വിമർശനങ്ങളും വെറുതെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ കാത്തിക്കുന്ന ആ ഒരു അമ്മ ഉണ്ട്. നിമിഷപ്രിയൻ്റെ അമ്മേൻ്റെ കണ്ണീര് നമ്മളൊക്കെ കണ്ടതാ. കൈ പിടിച്ച് കാല് പിടിക്കാന്ന് പറഞ്ഞിട്ട് കരയുണ്ട അമ്മ. ആ മക്കൾ ഇനിയിപ്പോൾ എത്ര വലുതായാലും രക്ഷിതാക്കൾക്ക് അവരെ മക്കളെപ്പോഴും മക്കൾ തന്നെയാണ്. ആ മക്കളെ കാണാനും മക്കളെ ഒരു കുടുക്കുടുങ്ങുമ്പോൾ അതിന് രക്ഷപ്പെടുത്താനും, അല്ലെങ്കിൽ ആ മക്കളെ തിരിച്ചു കൊണ്ടുവരാനും, ആരെ കയ്യും കാലും പിടിക്കാനും എന്ന് പറഞ്ഞിട്ട് കരയാണ് ആ അമ്മ. ആ അമ്മൻ്റെ കണ്ണീരിലും നമുക്കൊന്ന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടെ ഇറങ്ങിക്കൂടെ? നമുക്ക് ഒരുമിച്ച് ഈ വിവാദങ്ങളൊക്കെ ഒഴിവാക്കി മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉള്ളിൽ ഒരു നെല്ലുമണിക്കലുണ്ടെങ്കിൽ വിവാദത്തിൽ നിന്ന് പെരുമാറി
നമുക്ക് നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദിൽ ഇടപെടുമ്പോൾ അതിനെല്ലാ പിന്തുണ കൊടുത്ത് മറ്റാരൊക്കെയോ എന്തൊക്കെയോ അവിടെ നിന്നൊക്കെ ഇടപെട്ട് എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. പക്ഷെ ഇവിടെ മതപണ്ഡിതന്മാർ ഇടപെടേണ്ട സാഹചര്യം അവിടുത്തെ ഹൂത്തി എന്ന സ്ഥലത്തുള്ള മതപണ്ഡിതരായിട്ടുള്ള ബന്ധമുള്ള, കാരണം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ ഉസ്താദ്. അദ്ദേഹം നമ്മുടെ നിമിഷപ്രിയനെ മാത്രമല്ല രക്ഷപ്പെടുത്തുന്നത് കേട്ടോ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട്, അതായത് ഒരുപാട് മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടർ, എഞ്ചിനീയർ, അതേമാതിരി ഇപ്പോൾ അബുദാബിയിലും ദുബായിലൊക്കെ പോയാൽ പല പെട്രോൾ പമ്പിലൊക്കെ പോയാൽ ആ കുട്ടികൾ ജോലി ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ആരാണ് നിങ്ങൾ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് മർക്കസിൻ്റെ നേതൃത്വത്തിൽ എ പി അബൂബക്കർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വന്നതാണ്. അപ്പോൾ ആ കുടുംബമാണ് രക്ഷപ്പെടുത്തുക. നമ്മൾ ഒരു ദിവസം മീൻ മേടിച്ചു കൊടുത്ത് 2 ദിവസം മീൻ മേടിച്ചു കൊടുത്ത് അതുകൊണ്ട് കാര്യമില്ല. മീൻ പിടുത്തം തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾ. കാരണം മീൻ പിടുത്തം പഠിപ്പിച്ചാൽ പിന്നെ ഓൽക്ക് സ്ഥിരമായിട്ട് ജീവിക്കാനുള്ള മാർഗ്ഗമാക്കി കൊടുക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രവർത്തനം. കാരണം അത്രയും നല്ല നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഉസ്താദാണ്. കാരണം ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ എല്ലാം മറക്കുന്ന സാഹചര്യമാണ്. അത് നിർബന്ധം. അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പരസ്പരമുള്ള ഈ വിഭാഗീയത, നമ്മുടെ നാടിൻ്റെ ശാപം തന്നെ പായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ജാതി മതം നോക്കിക്കാണ്ടുള്ള പരസ്പരമുള്ള അത് കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ. ഒരു 90% നല്ല മനസ്സുള്ള ആളുകളാണ് എല്ലാ മതത്തിലുള്ളത്. അത് ഞാൻ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ പല മേഖലയിലും പോകുമ്പോൾ ഞാൻ അത് ആസ്വദിക്കുന്നതാണ്. കാരണം 90% ആളുകളും പാവപ്പെട്ടവരെ സഹായിക്കാനും സ്നേഹിക്കാനും നല്ല കാര്യങ്ങൾക്ക് പുണ്യപ്രവൃത്തിയിൽ പങ്കാളിയാവാനും എല്ലാത്തിലും മനസ്സുള്ള ആൾക്കാരാണ് 90% എല്ലാ മതത്തിലും. പക്ഷെ 10% എല്ലാ മതത്തിലുണ്ട് ഈ വൃത്തികെട്ട ജന്തുക്കൾ. അവരെ മനസ്സൊന്നും ഒരിക്കലും അവർ സന്തോഷത്തോടെ ഒരു ദിവസം പോലും കിടന്നുറക്കുണ്ടാവില്ല. ഒരു ദിവസം പോലും സുഖമായിട്ടുള്ള കിടന്നുറങ്ങലുണ്ടാവില്ല. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ കിബിറും കുറ്റും അസൂയും. നമ്മൾ ആര് കണ്ടു എൻ്റെ മത ശരി, എൻ്റെ മതം, നിങ്ങളൊരു പുണ്യപ്പെട്ട കാര്യം, ഒരു വിശന്ന് ഭക്ഷണം കഴിച്ചണോ, പട്ടിണിക്കാരന് ഒരു വിശപ്പ് മാറ്റി കൊടുത്തോക്കാണ്. നിങ്ങൾ ഏത് മതക്കാരനായാലും നിങ്ങൾക്ക് അന്ന് കിട്ടുന്ന സുഖം അത് വേറെ തന്നെ കാര്യം. അത് നിങ്ങൾ ആ സന്തോഷം ആസ്വദിച്ചാൽ പിറ്റേന്ന് നിങ്ങൾ അതിനെക്കാട്ടും വലിയ പുണ്യപ്രവർത്തിക്ക് പോകും. കാരണം രക്തം കൊടുക്കാനും അതേമാതിരി പാവപ്പെട്ടവരെ രോഗികളെ ശുശ്രൂഷിക്കുക എന്തൊക്കെ നിങ്ങൾക്ക് കഴിയുമോ അതിനിറങ്ങും, നിങ്ങൾ ആ വൈക്കിറങ്ങും. പിന്നെ ഈ ശരീരത്തിൽ ഈ ലഹരി വന്നാൽ പാവപ്പെട്ടവനെ സഹായിച്ചിട്ട് ആ പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒരു വിശപ്പ് മാറിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ നമുക്കൊരു നന്ദി കാണിക്കലുണ്ട്. ആ ഒരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരു വർഗീയതക്കും പോലും ഒരു മനുഷ്യനും കാരണം അതിന്ന് എത്താത്തതാണ് ഈ പ്രശ്നം. അങ്ങോട്ട് നമ്മൾ എത്തുന്നില്ല. കാരണം മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സ് രക്ഷിതാക്കൾ തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പെങ്ങളുട്ടി നാട്ടിൽ നിന്ന് പോയി അബദ്ധങ്ങളിൽ പെട്ടു സാഹചര്യമാണ്. എത്രയോ നമ്മളിവിടെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ നമ്മൾ കേൾക്കലുണ്ട്. അവിടെ കൊന്നു, അവിടെ വെട്ടിക്കൊന്നു, അവിടെ കഴുത്തറുത്തു, ഇവിടെ കൊലപാതകം മറ്റു തട്ടി. ചിലത് പറയും അത് രാഷ്ട്രീയ കൊലയാണ്, അതൊരു വിഷയമല്ല. അത് അപ്പം അങ്ങനെ അതുമൊക്കെ മരണം തന്നെയാണ്, കൊലപാതകം തന്നെ ഒക്കെ. പിന്നെ മറ്റുള്ളവർ അത് തീവ്രവാദി കൊലകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതൊക്കെ മറ്റൊരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞിട്ട് തന്നെയാണ് ഇത്. അപ്പം ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരാളെ ആക്രമിച്ചു, ഒരാളെ കൊന്നു, നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമോ? ജയിലും ഒന്നും വേണ്ട, നമ്മൾ സമാധാനമായിട്ട് നമുക്ക് ഒരു ദിവസം കിടന്നുറങ്ങുക കഴിയും. നശിച്ച് നരകിച്ച് നമ്മൾ മരിക്കും. പക്ഷെ ഇത് നമ്മുടെ നിമിഷപ്രിയൻ്റെ എന്ന് പറഞ്ഞ സാഹചര്യം എന്തൊക്കെയായി എന്നുള്ള ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് ആർക്കും അറിയാത്തൊരു വിഷയമാണ്. പക്ഷെ എങ്കിലും മനുഷ്യന് തെറ്റ് പറ്റിപ്പോയി, വേണ്ടുവോളം ജയിലിൽ കിടന്നു, ശിക്ഷ അനുഭവിച്ചു. ഇപ്പോൾ ഇന്ന് നാളെ പറഞ്ഞിട്ട് വധശിക്ഷ കാത്ത് കിടക്കുന്നു. അത്തരത്തിലുള്ള എമ്പാടും ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളെ പങ്കളുട്ടിനെ നമുക്ക് രക്ഷപ്പെടുത്തുമ്പോൾ ആ പങ്കളുട്ടിൻ്റെ അമ്മയും കുടുംബവും അതിന് ഒരു കുഞ്ഞു മോളും കൂടി ഉണ്ട്. അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലേ? ആ അമ്മനെ നമുക്ക് തിരിച്ചു കൊടുത്തൂടെ? അതിന് നമ്മളെ എ പി ഉസ്താദ് എന്ന വലിയ മനുഷ്യസ്നേഹിൻ്റെ ആ നല്ല മനസ്സിനെ നമുക്ക് പിന്തുണ കൊടുത്തൂടെ? കാരണം ദയവ് ചെയ്തിട്ട്, കാരണം ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആലോചിക്കാം, ഇതൊക്കെ അവിടേക്കും എത്തുന്നുണ്ട്. നമ്മളിവിടെ ഒരാൾക്കും ഇതിലെ ക്രെഡിറ്റ് അല്ല ആവശ്യം. നമുക്ക് നമ്മളെ പങ്കളുട്ടി എ പി ഉസ്താദ് ആദ്യമേ പറയണ്, എനിക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും വേണ്ട, ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കില്ല. മനുഷ്യൻ്റെ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ സഹായിക്കൽ നമ്മുടെ കടമയാണ് എന്നാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞ വാക്ക്. അത് സത്യ.
അതായത് മനുഷ്യൻ വിഷമിക്കുമ്പോഴാണ് മനുഷ്യന് സപ്പോർട്ട് വേണ്ടത്, സഹായം വേണ്ടത്. അപ്പോഴാണ് നമ്മൾ മനുഷ്യനായി മാറുന്നത്. അങ്ങനെ തന്നെ മനുഷ്യന് എല്ലാവരും ആവുകയാണെങ്കിൽ ഈ നാട് എന്ത് സ്വർഗ്ഗമാണ്. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ നാട് എന്ന് പറയാൻ പറ്റൂല. കാരണം ദൈവത്തിൻ്റെ നാട് ഏകദേശം ഇങ്ങനെ തമ്മിൽ അടിച്ചുകൊണ്ടും കൊണ്ടും വൈരാഗികളായിക്കാണ്ടും കൊല്ലാനും തിന്നാനും നടക്കുന്ന ആളുകളായി മാറി കുറേ ആൾക്കാർ. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. ദൈവത്തിൻ്റെ നാട്ടിലൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഒത്തൊരുമിച്ച് ഇറങ്ങുമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ നമ്മളെ ദൈവത്തിൻ്റെ നാട് തന്നെ, നമ്മൾ ഒരുമിച്ച് ഇറങ്ങും. നമ്മളെല്ലാ ആൾക്കാരെയും നമ്മൾ ചേർത്ത് പിടിച്ചും അവിടെ അപ്പം നമ്മൾ ജാതിയും രാഷ്ട്രീയവും മതവും ഒന്നും നോക്കില്ല. നമുക്കൊക്കെ ഒരേ രക്തം. ഇപ്പം ഇന്ന് ഞാൻ കണ്ട് ആരിഫ മറ്റൊരു മതത്തിലുള്ള ഒരു ഹിന്ദു കുട്ടിക്ക് കിഡ്നി കൊടുത്തിട്ട് ആ രണ്ടാളും പാടെ സന്തോഷവതിയായിട്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ കണ്ട് മൊയ്നുക്കാൻ്റെ. അപ്പോൾ ആരിഫാൻ്റെ കിഡ്നി ബിന്ദുവിന് സാധിച്ചു, ബിന്ദു സുഖമായിട്ട് ജീവിക്കണ്. അങ്ങനെ മൊയ്താങ്കാൻ്റെ ഭാര്യയ്ക്ക് പ്രമോദിൻ്റെ രക്തം കൊടുക്കാൻ കഴിഞ്ഞു. പ്രമോദിൻ്റെ രക്തം മൊയ്താങ്കാൻ്റെ ഭാര്യ സ്വീകരിച്ചു. ആ മൊയ്താങ്കാൻ്റെ ഭാര്യ സന്തോഷത്തോടെ ജീവിക്കണ്. അപ്പം ഇവിടെയൊക്കെ എല്ലാവർക്കും അപകടം പറ്റുമ്പോഴും എമർജൻസി ഘട്ടത്തിലും രക്തം എല്ലാവർക്കും ആവശ്യം. അപ്പോൾ ഹിന്ദുവിൻ്റെ രക്തമെന്നോ ക്രിസ്ത്യൻ്റെ രക്തമെന്നോ മുസ്ലിമിൻ്റെ രക്തമെന്നോ ആരും നോക്കൂല. കാരണം മരണത്തെ ഭയക്കും നമ്മൾ. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നമ്മളെ മരണം സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അവിടെ എന്താവും, നമ്മൾ ഏത് രക്തം ശേഖരിക്കും. അപ്പോൾ പിന്നെ അതിന് കുഴപ്പമില്ല. അപ്പോൾ അവൻ്റെ മതം പ്രശ്നമല്ല. ഒന്നാലോചിച്ച് അവർ അപകടം പറ്റുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ പല യാത്രയും പോകുന്ന ആൾക്കാർ, ആരാണ് അവസാനം ഒരു തുള്ളി വെള്ളം നമുക്ക് തരിക? ആരാണ് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? ആരാണ് നമുക്ക് രക്തം തരിക? അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലേക്കാരം. നമുക്ക് ഉറപ്പല്ലേ, നമ്മളെല്ലാം കാണില്ല ഇഷ്ടംപോലെ അനുഭവങ്ങൾ. ഏതായാലും നമ്മുടെ നിമിഷപ്രിയ എന്ന പെൺകുട്ടി രക്ഷപ്പെടട്ടെ. വിവാദങ്ങളും അനാവശ്യ കമൻറ്റും ഇതൊക്കെ, ഈ അനാവശ്യ കമൻ്റ് ഇട്ടുകൊണ്ട് അത് എല്ലാ മതത്തിലുള്ള ആൾക്കാരുണ്ട്. എന്ത് ലാഭമാണ് കിട്ടാനുള്ളത്? നമ്മൾ മറ്റുള്ള ഒരാളെ വെറുപ്പിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ എന്തെങ്കിലും ഒരു ലാഭം നമുക്കതിൽ കിട്ടുന്നുണ്ടോ, ഒരു സുഖം കിട്ടുന്നുണ്ടോ? കാരണം ചില ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ചില ആളുകൾ അതിൽ ഏതൊരാൾ എന്തൊരു വീഡിയോ വിട്ടാലും എന്തെങ്കിലും വൃത്തികെട്ട കമൻറ്റ് ചെയ്താൽ അയാൾ അതിൽ സന്തോഷം കാണുക. അതിപ്പോൾ ഈ മതം കൊണ്ട് പറഞ്ഞ മാതിരിക്കനെയാണ്. അങ്ങനെയുള്ളൊരു കിബറുള്ള അല്ലെങ്കിൽ ഒരു അസൂയുള്ള മനസ്സുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു കമൻറ്റ് ഇട്ടിട്ട് സന്തോഷിക്കുന്നത്. അപ്പം ജീവിതത്തിൽ സന്തോഷ ജീവിതം ആസ്വദിക്കൂല എന്ന് ഉറപ്പാണ്. കാരണം മനസ്സിങ്ങനത്തെ മനസ്സല്ലേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട APJ അബൂബക്കർ ഉസ്താദ് അതിൽ സജീവമായിട്ട് ഇടപെട്ട് നമ്മുടെ നിമിഷപ്രിയ എന്ന നമ്മളെ പെങ്ങളുട്ടി തിരിച്ചു വരട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ഡൽഹിയിലുള്ള എൻ്റെ പെങ്ങളുണ്ട്, നമ്മൾ ദീപാ മേഡം എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ദീപാ മേഡം എന്ന് പറഞ്ഞ പെങ്ങള്. ഞാൻ അതിന് വിളിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ വധശിക്ഷ നിശ്ചയിച്ചതിൻ്റെ 3 ദിവസം മുന്നേ നിമിഷപ്രിയ ദീപാ മേഡത്തിന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു. കാരണം കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തും, ഞാനിതിൽ നിന്ന് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചുകൊണ്ട് സങ്കടത്തോടെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ദീപ മേഡം എന്നോട് പറഞ്ഞത്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങാം, നമുക്ക് നമ്മൾ അനിയത്തിനെ രക്ഷപ്പെടുത്തണം. മാനുക്കൊക്കെ ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ ദീപ മേഡമൊക്കെ 5-6 വർഷമായി ഇതിനു വേണ്ടി സജീവമായിട്ട് ഇടപെടണം. പക്ഷേ ആര് ഇടപെട്ടാലും ഉസ്താദിൻ്റെ അവിടേക്ക് എത്താൻ ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ അതാണ്, MLA സാഹചര്യം അതാണ്. ഇപ്പോൾ ദീപ മേഡവും ടീമും പാടെ പോയിട്ട് നമ്മളെ മാർപ്പാപ്പാൻ്റെ അടുത്ത് വരെ പോയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നു. കാരണം ആർക്കും അതിന് കഴിയില്ലേ. കാരണം അങ്ങ് ഒരു നമ്മളെ ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ഇടപെടാനോ ഒക്കെ സാധിക്കണമെങ്കിൽ ഒരു തമ്മിലായിട്ടുള്ള ബന്ധങ്ങൾ വേണം. അതില്ലല്ലോ, അതാണ് സങ്കടം. അപ്പം ഇതിൽ ആരും നമുക്ക് കുറ്റം പറയില്ല. എല്ലാവരെ കൊണ്ടും കഴിയുന്ന മാതിരി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമ്പത്തുകൊണ്ടും. ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചാൽ നിസ്സാര കാര്യമുള്ളൂ. നമുക്ക് ഒരു ഇത്ര പൈസ ചോദിച്ചാലും ഒരു 50 കോടി ചോദിച്ചാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളെ മലയാളികളൊന്ന് മനസ്സ് വെച്ചാൽ നിസ്സാര കാര്യമുള്ളൂ എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പം നമ്മളെ റഹീമിൻ്റെ വിഷയം നമ്മൾ കണ്ടത്. റഹീമിൻ്റെ വിഷയത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഒറ്റക്കെട്ടായി ഇറങ്ങി നിസ്സാര കാര്യം ധർമ്മൂണ കാശ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയത്. നമ്മുടെ നിമിഷപ്രിയൻ്റെ കാര്യത്തിലും എത്ര പോലെ കാശി വെച്ചാലും പോലെ ആ വാക്കുകൾ സമ്മതിച്ചാൽ മതി.
കാരണം ഇത് എത്ര പൈസ എന്നുള്ളത് സംബന്ധിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരണം നമുക്ക് നമ്മുടെ നാട്ടിൽ. ആ പൊന്ന് അമ്മൻ്റെ കണ്ണീരിന്, ആ പൊന്ന് മോളെ പ്രതീക്ഷ അവർക്കുള്ള ജീവിതത്തിലേക്കുള്ള കൊണ്ടുവന്ന് അവരെ ഏൽപ്പിക്കണം നമുക്ക്. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി, നാട് ഒറ്റക്കെട്ടായി എല്ലാവരും ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യണം അവർക്കൊക്കെ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും. നമുക്ക് ചിലപ്പം പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ, പക്ഷെ അനാവശ്യ കമൻറ്റും അനാവശ്യ വീഡിയോ ഇടുമ്പോൾ അതവിടെ തളർത്തുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പരസ്പരം ഒരാൾക്ക് ഒരു കഴിവ് പടച്ചവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട നിമിഷപ്രിയനെ രക്ഷപ്പെടുത്തുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുക നമ്മൾ വേണ്ട. അല്ലാതെ വിവാദങ്ങൾ ഉണ്ടായിക്കാണ്ട് നമ്മൾ അതെല്ലാം മുപ്പളെല്ലാം മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ സങ്കടമാവും. മറ്റുള്ളവരൊക്കെ ഇതിന് കെണിഞ്ഞ് ശ്രമിച്ചില്ലേ? വധശിക്ഷന്റെ തലേന്ന് വരെ എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥ എത്തിയില്ലേ? ആ സമയത്തല്ലേ നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ ഒരു വാക്കിനെ കൊണ്ടുള്ള ഒരു പ്രത്യേക സന്തോഷ വാർത്ത കിട്ടിയത്. നിമിഷപ്രിയന്റെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള ഒരു വല്ലാത്തൊരു സന്തോഷ വാർത്ത. ഇനി നമ്മൾ അതേമാതിരി അടുത്ത വാർത്ത നമുക്ക് കേൾക്കണം. നമ്മളതിന് നാട് ഒരുങ്ങണം, ഒത്തൊരുമിക്കണം. നമ്മുടെ നിമിഷപ്രിയ നാട്ടിലേക്ക് ഇന്ന ദിവസം നാട്ടിലേക്ക് തിരിച്ചെത്തും. ആ ഒരു വാർത്ത, സന്തോഷ വാർത്ത പടച്ചമ്പരാൻ കേൾപ്പിക്കട്ടെ. എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരും മനസ്സുരുകി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനാണ് നമുക്ക് പറ്റുള്ളൂ. ആ പ്രാർത്ഥനയാണ് നമ്മൾ ശരിക്കും ആരെ പ്രാർത്ഥനയാണ് പടച്ചമ്പരാൻ കേൾക്കുന്നത് നമുക്കാർക്കും അറിയില്ല. കുറേ എല്ലാ മതത്തിലുണ്ട് നല്ല നല്ല മനസ്സുള്ള മനുഷ്യർ. ആര് പ്രാർത്ഥിച്ചാലും പടച്ചമ്പരാൻ കേൾക്കും. എന്തായാലും പിന്നെ നമ്മൾ ഉസ്താദിൻ്റെ ഇടപെടലും നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരുകൾ, എല്ലാ സർക്കാരും നമ്മുടെ മറ്റുള്ള സന്നദ്ധ ആൾക്കാരെല്ലാവരും ഇടപെടട്ടെ. ഉസ്താദും അതിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. ഉസ്താദിന് ഒരു ക്രെഡിറ്റും ആവശ്യമില്ല എന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞത് സത്യ. അദ്ദേഹത്തിന് ക്രെഡിറ്റും ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒന്ന് സന്ദർശിച്ചാൽ മതി. എത്ര മക്കളാണ് അവിടെ പഠിച്ചു വളർന്നുകൊണ്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നെന്നുള്ളത്. ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതും എല്ലാ വഴിയും മുട്ടി ഇനി എങ്ങോട്ട് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിക്കാനെത്തുന്നത്. അത് സ്വന്തമല്ല, ഒരു വർഗീയ പ്രവർത്തനങ്ങളോ ഒന്നും നമ്മൾ ആരും ഇതുവരെ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ നിന്ന് പോയ കുട്ടികളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും പടച്ചവനെ നമ്മളെ പെങ്ങളുട്ടിനെ ഇവിടെ എത്തിക്കട്ടെ. ഉസ്താദിന്റെ ശ്രമങ്ങളും മറ്റുള്ള സഹകരിച്ച അതിനുവേണ്ടി ആത്മാർത്ഥതയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാണ്. താങ്ക്സ്.